Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah, alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in amma ba'd. Fattaqullaha ya ibadallah. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിരോധനങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിലൂടെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു കഹ്ഫിലെ 19 ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് 20-ാമത്തെ ആയത്താണ് ഇനി ആരംഭിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നഹും ഇൻ യദ്ഹറൂ അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും ഫീ മില്ലതിഹിം വലൻ തുഫ്ലിഹൂ ഇദൻ അബദാ. ഇന്നഹും ഇൻ യദ്ഹറൂ അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും ഫീ മില്ലതിഹിം വലൻ തുഫ്ലിഹൂ ഇദൻ അബദാ. അപ്പോൾ അസ്ഹാബുൽ കഹ്ഫ് അവർ എഴുന്നേൽക്കുകയും എഴുന്നേറ്റിട്ട് ഒരാളെ പറഞ്ഞേക്കാണ്. എന്തിനു വേണ്ടി? ഭക്ഷണത്തിന് വേണ്ടി. അവർക്ക് നല്ല വിശപ്പുണ്ടാകുന്നു. ഭക്ഷണത്തിന് വേണ്ടി അങ്ങാടിയിലേക്ക് ഒരാളെ പറഞ്ഞയക്കുന്നു. എന്നിട്ട് ആ പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്ന ചില സംഭാഷണങ്ങളാണ് കഴിഞ്ഞ ആയത്തിലും ഈ ആയത്തിലും പ്രതിപാദിക്കുന്നത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നഹും തീർച്ചയായും അവർ, ഇന്നഹും തീർച്ചയായും അവർ, ഇൻ യൽഹറു അലൈക്കും. ഇൻ യൽഹറു, ലഹറ യൽഹറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടമാകാന്ന. യൽഹറു അവർക്ക് പ്രകടമായി. ആരെക്കുറിച്ച്? അലൈക്കും, നിങ്ങളെക്കുറിച്ച്. അങ്ങാടിയിലേക്ക് പോയിട്ട് ഇങ്ങനെ കുറച്ച് ആളുകൾ ഗുഹയിലുണ്ട് എന്ന അറിവ് അവർക്ക് പ്രകടമായി കഴിഞ്ഞാൽ യർജുമൂക്കും, അവരെന്താ ചെയ്യാ? എറിഞ്ഞു കൊല്ലും. റജ്മു എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലാന്നാണ്. റജമ. യർജുമൂക്കും, അവർ നിങ്ങളെ എറിഞ്ഞു കൊല്ലും. അതല്ലെങ്കിലോ ഔ യുഈദൂക്കും, നിങ്ങളെ മടക്കി കൊണ്ടുവരും. ഫീ മില്ലതിഹിം, അവരുടെ മതത്തിലേക്ക്, അവരുടെ ദീനിലേക്ക്. വലൻ തുഫ്ലിഹു, അങ്ങനെ നിങ്ങൾ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ വലൻ തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കുക തന്നെയില്ല. ഇദൻ അബദ, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യൂല? വിജയം പ്രാപിച്ചവരാവുകയില്ല എന്ന് പറയാം. അപ്പൊ ഇവിടെ സത്യം മനസ്സിലായി. ആ സത്യം മനസ്സിലാക്കി വീണ്ടും അവിശ്വാസത്തിലേക്ക് പോകുക എന്നത് എന്താണ്? ഒരിക്കലും വിജയിക്കാത്തതാണ്. ദുനിയാവിലും വിജയിക്കുകയില്ല, ആഖിറത്തിലും വിജയിക്കുകയില്ല എന്ന്. ഈമാനിന്റെ ആസ്വാദനം ലഭിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നുണ്ട്. അതായത് ഈമാനിന് ഒരു ടേസ്റ്റ് ഉണ്ട്, ഒരു രുചിയുണ്ട്. ആ രുചി ഒരാൾക്ക് അനുഭവിച്ചറിയണമെങ്കിൽ 3 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഒരാൾ വെറുക്കുകയാണ്. മൻ യക്റഹു അൻ യഊദ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുൽഖാ ഫിന്നാർ. ഒരാൾ അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു, വിശ്വാസിയായി മാറി. അങ്ങനെ വിശ്വാസിയായി മാറിയ മനുഷ്യൻ വീണ്ടും അവിശ്വാസത്തിലേക്ക് പോവുക എന്നതിന് അതികഠിനമായി വെറുക്കും. തൗഹീദ് ബോധ്യപ്പെട്ട ഒരാൾ, തൗഹീദ് തിരിച്ചറിഞ്ഞ ഒരാൾ ഷിർക്കിലേക്ക് പോകുക എന്നതിനെ അതികഠിനമായി വെറുക്കും. ഇനി അതല്ല, കുഫറിലേക്ക് പോകുക എന്നതിനെ അതികഠിനമായി വെറുക്കും. അതുമല്ല, നിരീശ്വരവാദത്തിലേക്ക് പോകുക എന്നതിനെയെല്ലാം അതികഠിനമായി ഒരാൾ വെറുക്കുന്നുണ്ട് എങ്കിൽ അതാണ് യഥാർത്ഥ ഈമാനിന്റെ അടയാളം. അപ്പൊ ഇവിടെയും അസ്ഹാബുൽ കഹ്ഫിനോട് പറയുന്നെന്താ? നിങ്ങൾ എങ്ങാനും അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെന്തില്ല? നിങ്ങൾക്ക് വിജയമില്ല എന്ന്. അപ്പൊ എല്ലായിടത്തും പ്രധാനം വിശ്വാസം. എല്ലായിടത്തും പ്രധാനം എന്താണ്? വിശ്വാസം. ആ നാട്ടിലെ ഭരണാധികാരിയുടെ
പ്രീതിയും അവരുടെ ഇഷ്ടവും ഒക്കെ കാംക്ഷിച്ച് നിങ്ങൾ അവരുടെ വിശ്വാസം സ്വീകരിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യൂല, നിങ്ങളുടെ അമലുകളോ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളോ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന് പോറലേൽക്കുന്ന ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മുടെ ആദർശം, നമ്മുടെ വിശ്വാസം, നമ്മുടെ മൻഹജ് അത് എപ്പോഴും കണിശമായിരിക്കണം. വിശ്വാസത്തിന്റെ വിഷയത്തിൽ ഒരു നിലപാടില്ലായ്മ നമുക്കുണ്ടാകാൻ പാടില്ല. നിലപാടുണ്ടെങ്കിലുള്ള പ്രത്യേകത എന്താ? നമുക്ക് ഭയങ്കര സ്ട്രോങ് നിലപാടുണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ ആളുകൾക്ക് ബഹുമാനം ഉണ്ടാവും. ഇനി ആളുകൾ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നിലപാടെടുക്കുന്നത്, അത് വേറെ വിഷയം. ആളുകൾ പറയും, കണ്ടില്ലേ ഓർക്ക് എന്തുണ്ട്, നിലപാടുണ്ട് എന്നുള്ളത് പറയും. മറ്റത് ഒരു വിശ്വാസം നമ്മൾ സ്വീകരിക്കുന്നു, എന്നിട്ടോ അതിനെതിരെയുള്ള പലതും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആ വിശ്വാസത്തിനോട് നമ്മൾ ചെയ്യുന്ന വഞ്ചനയാണ്. രണ്ടാമത്തേത്, നമ്മെ കാണുന്ന ആളുകൾ നമ്മളിൽ നിന്ന് പഠിക്കുന്നത് എന്താ? അവൻ ഒരു ആദർശത്തിന്റെ ആളാണ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാം ചെയ്തു കൂട്ടുന്നു. അവൻ സ്വീകരിച്ച ആദർശത്തോട് എന്തില്ല, അവനൊരു പ്രതിബദ്ധത ഇല്ല, കൂറില്ല എന്നാണ് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ആദർശമാണോ സ്വീകരിക്കുന്നത്, ഏത് വിശ്വാസമാണോ ഉൾക്കൊള്ളുന്നത്, അത് പൂർണ്ണമായും എന്ത് ചെയ്യണം, ഉൾക്കൊള്ളണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, വളരെ അധികം ആഴത്തിലിറങ്ങി പൂർണ്ണമായും എന്ത് ചെയ്യണം, ദീനിലേക്ക് പ്രവേശിക്കണം എന്ന്. അതല്ലാതെ നമുക്ക് തോന്നുന്നത്, നമുക്കിഷ്ടമുള്ളത്, നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഒന്നാമതായി പറയുന്നത് എറിഞ്ഞു കൊല്ലും എന്നാണ്. അവരെന്ത് ചെയ്യും, നിങ്ങൾ എറിഞ്ഞു കൊല്ലും. അപ്പൊ ഈ ഇസ്ലാം നിയമമാക്കിയ ശിക്ഷയിൽപ്പെട്ടതാണ് എന്ത്, എറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷ. ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടതാണ്. അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇനി അത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, പണ്ഡിതന്മാരുടെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇങ്ങനെ പല തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് റജ്മ് എന്ന് പറയുന്നത്. എന്നാൽ അത് നിഷേധിച്ച ആളുകൾ, എറിഞ്ഞു കൊല്ലുക എന്നത് ഇസ്ലാമിന് പരിചയമില്ല, ഇസ്ലാമിന് അന്യമാണ് എന്നൊക്കെ പറഞ്ഞ് നിഷേധിച്ച ആളുകൾ ഖവാരിജുകളാണ്. ഖവാരിജുകൾ മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, അത് നിഷേധിച്ചിട്ടുള്ളൂ എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ ദീർഘവീക്ഷണമുള്ള സഹാബിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പല കാര്യങ്ങളും മുമ്പേ പ്രവചിക്കുകയും ആ പ്രവചിച്ചതിനനുസരിച്ച് അല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്, ആയത്തിറക്കി കൊടുക്കുന്നുണ്ട്. ചില സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറയുന്നു, എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു വേറൊരു കാര്യം പറയാം. അള്ളാഹു സത്യപ്പെടുത്തുന്നത് ആരെയാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പല സന്ദർഭങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇൽഹാമുള്ള സഹാബിയാണ്, അദ്ദേഹത്തിന് എന്തുണ്ട്, നല്ല ദീർഘവീക്ഷണമുണ്ട്. ചില കാര്യങ്ങൾ മുമ്പേ പറയും, അത് അതുപോലെ എന്ത് ചെയ്യും, നടക്കുകയും ചെയ്യും. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒന്നാണ്, ഇന്നല്ലാഹ ബഅസ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഹഖ്, അല്ലാഹു റസൂലിനെ അയച്ചിട്ടുള്ളത് സത്യവുമായിട്ടാണ്. വഅൻസല അലൈഹിൽ കിതാബ്, വേദഗ്രന്ഥം അല്ലാഹു ഇറക്കി കൊടുത്തു. ഫകാന മിമ്മ അൻസലല്ലാഹു ആയത്തർ റജ്മി ഫഖറഅനാഹു ഫഖറഅനാഹാ വഅഖൽനാഹാ വവഅയ്നാഹാ. അങ്ങനെ അല്ലാഹു റസൂലിൽ ഇറക്കി കൊടുത്ത ആയത്താണ് ഇത്, റജ്മിന്റെ ആയത്ത്, എറിഞ്ഞു കൊല്ലണം എന്നതിനെ സൂചിപ്പിക്കുന്ന ആയത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇറക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു പറയാണ്, ഞങ്ങളത് ഓതിയിട്ടുണ്ട്, ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്, ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞു കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എറിഞ്ഞ് കൊന്നിട്ടുണ്ട്, ചില ശിക്ഷകൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ഉമർ റളിയല്ലാഹു പറയാണ്, വറജംനാ ബഅദഹു, ഞങ്ങളും അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, റസൂലിന്റെ കാലശേഷം അങ്ങനെയുള്ള ശിക്ഷകൾ ഞങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, കുറച്ചു കാലം കഴിഞ്ഞാൽ ചില ആളുകൾ വന്നിട്ട് പറയും, കിതാബിൽ എന്തില്ല, അള്ളാന്റെ ഖുർആനിൽ റജ്മില്ല, എറിഞ്ഞ് ശിക്ഷ നടപ്പിലാക്കുക എന്ന ശിക്ഷ അള്ളാന്റെ ഖുർആനിൽ ഇല്ല എന്ന് ചില ആളുകൾ പറയും. അങ്ങനെ അള്ളാഹു നിർബന്ധമാക്കിയത് ഒഴിവാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യും, അവർ തെറ്റ് ചെയ്യുന്നവരായി മാറും എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ട ഒരായത്തായിരുന്നു എന്ത്, കല്യാണം കഴിഞ്ഞ ഒരാൾ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷയാണെന്ത്, എറിഞ്ഞു കൊല്ലുക എന്നുള്ളത്. അത് വിശുദ്ധ ഖുർആനിൽ ആയത്തായി ഉണ്ടായിരുന്നു എന്നാണ്, സ്ഥിരപ്പെട്ട ആയത്തായി നിലവിലുണ്ടായിരുന്നു. പക്ഷേ അത് നെസ്ഖ് ചെയ്തു എന്നാണ്, നെസ്ഖ് ചെയ്യപ്പെട്ടു എന്നാണ്. നെസ്ഖ് ചെയ്യപ്പെടാന്ന് പറയുമ്പോൾ ചില ആയത്തുകൾ എന്ത് ചെയ്യും, അള്ളാഹു ഖുർആനിൽ നിന്ന് എടുക്കും, അടിമകളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങളത് പാരായണം ചെയ്തിരുന്നു എന്നാണ്. സഹാബാക്കൾ ഓതിയ ആയത്താണ്, പക്ഷെ ആ ആയത്ത് ഖുർആനിൽ നിന്ന് എടുത്തു മാറ്റി
പക്ഷെ എന്തു ബാക്കിയാണ്? ഹുക്മ് ബാക്കിയാണ്. ആ ആയത്തിന്റെ ലഫ്ലുമില്ല, ആയത്തിന്റെ മാനയും ഇല്ല, പക്ഷെ ഹുക്മ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് ഹദീസിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് നമ്മളിപ്പോ വായിച്ചത്. കുറച്ചു കാലം കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ വരും എന്നാണ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ചില ആളുകൾ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നത് ലിബറലുകളുടെ ഇഷ്ടം പറ്റാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ലിബറൽ വാദികളുണ്ട്, അവർ ഇസ്ലാമിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ചിലത് നിഷേധിക്കേണ്ടി വരും, ചിലത് വ്യാഖ്യാനിക്കേണ്ടി വരും. അല്ലാതെ ആദ്യം പറഞ്ഞ അതേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ, ഇസ്ലാം പണ്ടെന്താണോ പറഞ്ഞത് അതിൽ തന്നെ ഉറച്ചു നിന്നാൽ നമ്മെക്കുറിച്ച് ആളുകൾ എന്ത് പറയും? 6-ാം നൂറ്റാണ്ടാണെന്ന് പറയും. അപ്പൊ അത് കേട്ടു നിൽക്കാനും പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? എല്ലാ വ്യാഖ്യാനങ്ങൾക്കും വേണ്ടി നിന്നു കൊടുക്കും. അങ്ങനെ വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടി നിന്ന് കൊടുത്താൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ പല അടിസ്ഥാനങ്ങളും എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ തകർക്കേണ്ടി വരും. അവിടെയാണ് വിശ്വാസം തന്നെ എന്ത് ചെയ്യും? തകർക്കപ്പെടും എന്നതാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ വിശ്വസിക്കൂ എങ്കിൽ പിന്നെ വിശ്വാസത്തിന് എന്ത് പ്രാധാന്യമുള്ളത്? വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റൂല, എന്നാലും ആരാ പറഞ്ഞത്? അള്ളാഹു ആണ് പറഞ്ഞത്, റബ്ബാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം അംഗീകരിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. അതല്ലാതെ എൻ്റെ ബുദ്ധിക്ക്, എൻ്റെ ചിന്തക്ക്, എൻ്റെ ആലോചനക്ക് അത് ശരിയായാൽ മാത്രമാണ്, അത് യോജിച്ചാൽ മാത്രമാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന്, നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി മാറുകയില്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതകാലത്ത് തന്നെ മാഇസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ശിക്ഷ നടപ്പിലാക്കുന്നുണ്ട്. ഗാമിദിയ ഗോത്രത്തിലെ ഒരു സ്ത്രീ, ജുഹനിയ എന്ന ഗോത്രത്തിലെ ഒരു സ്ത്രീ, ഇവരുടെ വിഷയത്തിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? റജ്മ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ റജ്മ് നടപ്പിലാക്കിയിട്ടുണ്ട്, ഷാമിൽ റജ്മ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ശിക്ഷ അവരവരുടെ കാലത്ത് നടപ്പിൽ എന്നാണ്. ഇതിന് ചില ഷർത്തുകളുണ്ട്. അതായത് ഇപ്പോ കല്ലെറിഞ്ഞ് ശിക്ഷ നടപ്പിലാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളുടെ വിചാരം ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും? തീരുമാനമാകും എന്നുള്ളതാണ്. അല്ല, ഒരിക്കലല്ല. മറിച്ച് വളരെ കൃത്യമായ ഷർത്തുകൾ എന്ത് ചെയ്യണം? ഇതിന് പാലിക്കപ്പെടണം. അതിന്റെ ഷർത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും ഇസ്ലാം സത്യമാണ് എന്നത് അതിന്റെ ഷർത്തുകൾ വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. അത്രയും കാലം മുമ്പ് വളരെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടി ഒരു കാര്യം സമർപ്പിക്കാൻ, ഒരു കാര്യം മുന്നോട്ട് വെക്കാൻ സാധിക്കണമെങ്കിൽ അത് ഒരിക്കലും ഒരു മനുഷ്യന് സാധിക്കോ? ഇല്ല. അത് ആർക്കേ സാധിക്കുള്ളൂ? അത് അള്ളാഹുവിനെ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഒന്നും കൊണ്ട, അതായത് ഈ പറയുന്ന റജ്മ് നടപ്പിലാക്കണമെങ്കിൽ ഒന്നാമത്തേത് എന്താ? കാണണം, അല്ലെ? ഒന്നാമതായിട്ട് കാണണം. എത്ര ആൾക്കാരാ കാണേണ്ടത്? 4 ആളുകൾ കാണണം എന്നുള്ളതാണ്. അർബഅത്തു ശുഹദ, 4 ആളുകൾ സാക്ഷ്യം വഹിക്കണം. അപ്പൊ നമുക്ക് 4 ആളുകൾ സാക്ഷ്യം വഹിക്കണം എന്ന് പറയുമ്പോൾ പലപ്പോഴായി ചില ആളുകളൊക്കെ ചോദിച്ച വിഷയം, നേരിട്ട് കണ്ണുകൊണ്ട് എന്ത് ചെയ്യണം? കാണണം. ഇസ്ലാം പറഞ്ഞത് കണ്ണുകൊണ്ട് കാണണം. എന്തിൽ കാണരുത്? നമ്മൾ ഇപ്പോൾ ഉള്ള വീഡിയോകളിൽ കണ്ടാൽ മതിയാകൂല എന്നാ. അപ്പൊ കുറച്ചു കാലം മുമ്പ് വീഡിയോ വന്ന സന്ദർഭത്തിലൊക്കെ ചില ആളുകളെങ്കിലും ധരിച്ചിട്ടുണ്ടാവും, അതെന്തപ്പോ വീഡിയോയിൽ എന്തപ്പോ പ്രശ്നം, വീഡിയോയിൽ കണ്ടാൽ എന്താ കുഴപ്പം? എന്നാ ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റും? നമ്മളങ്ങനെ വേർതിരിക്കുക? ഒന്നും വേർതിരിക്കാൻ പറ്റൂല. അവിടെയാണ് പറഞ്ഞത് കണ്ണുകൊണ്ട് എന്ത് ചെയ്യണം? കാണണം. കാരണം വീഡിയോ കൊണ്ട് നടപ്പിലാക്കാന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ ആ ശിക്ഷക്ക് അർഹരാകും? ഒരിക്കലും അർഹരല്ലാത്ത ആളുകൾ പോലും ആ ശിക്ഷക്ക് വിധേയരാകും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയല്ല, 4 ആളുകൾ കാണണം. ആ കാണുന്നത് തന്നെ സിനയാണ് എന്ന് ഉറപ്പിക്കണം എന്നാണ്. സിനയാണ് എന്നത് എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. വെറുതെ തൊടലും അല്ലെങ്കിൽ ചുംബിക്കലും മാത്രമല്ല, എന്താണോ ബന്ധപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? അത് നടക്കണം. അത് നടക്കുന്നത് ഇവർ 4 ആളുകളും സാക്ഷ്യം വഹിക്കണം. ഇവരിൽ ഏതെങ്കിലും ഒരാൾ ഒഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ സാക്ഷ്യം കള്ളമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഇവർക്ക് എന്തുണ്ട്? ഇവർക്ക് ശിക്ഷയുണ്ട്, ഇവർക്ക് അടി ഉണ്ടാകും. ഇവരെന്ത് ചെയ്യും? 80 അടി ഇവരുടെ മേൽ അടിക്കപ്പെടും എന്നാണ്. ഈ 80 അടി ഇവർക്ക് ശിക്ഷയായി നൽകും എന്ന് പറയുമ്പോൾ അവിടെയും ഇസ്ലാമിന് ഷർത്തുണ്ട്. ചാട്ടവാറ് കൊണ്ടാണ് അടിക്കുക. നമ്മൾ ഈ ചാട്ടവാറ് കൊണ്ട് അടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് തോന്നും ഒരു പ്രകൃതിയോട് എതിരുള്ള ഒരു ശിക്ഷയാണെന്നൊക്കെ ചിലപ്പോൾ തോന്നും. അപ്പൊ അവിടെ ആ ചാട്ടവാറിന് പോലും ഷർത്തുണ്ട്. അത് പഴയതാകാൻ പാടില്ല.
അത് പുതിയതാകാൻ പാടില്ല. എന്തുകൊണ്ട്? അടിച്ചാൽ എന്ത് ചെയ്യും? വേദനയിൽ വ്യത്യാസം ഉണ്ടാവും. അത് മാത്രല്ല, അടിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കാണുന്ന ഈ ചാട്ടവാറ കൊണ്ടുള്ള അടി എന്താ? നീട്ടി വലിക്കുന്നു, എന്നിട്ട് ഒരു അടി. ആ അടി അല്ല എന്നാണ്. മറിച്ച് ഇബത്ത് കാണാൻ പാടില്ല എന്നാണ്. കക്ഷ എന്ത് ചെയ്യരുത്? കാണരുത്. അപ്പൊ ഈ അടിയെ നടക്കുള്ളൂ, ഈ അടിയെ നടക്കുള്ളൂ എന്നാണ്. എന്നാൽ ശിക്ഷ ഉണ്ടോ? ശിക്ഷയുണ്ട്. ആ ശിക്ഷയുടെ വേദന എന്ത് ചെയ്യണം? അറിയുകയും വേണം. എന്നാൽ എന്തേ ഉള്ളൂ? അത് പിന്നീട് ചെയ്യാതിരിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇസ്ലാമിന്റെ ഹദ്ദുകൾ മാത്രം, ശിക്ഷാ നിയമങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ സമഗ്രത നമുക്ക് ബോധ്യപ്പെടും. ഇസ്ലാമിന്റെ റഹ്മത്തും കാരുണ്യവും ഇതെല്ലാം റബ്ബിൽ നിന്നുള്ളതാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വ്യഭിചാരം നടന്നു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാം? റജ്ം നടപ്പിലാക്കുക. ഇനി അങ്ങനെയല്ല എങ്കിൽ 100 അടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ 100 ജൽദ. കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, വ്യഭിചാരം നടന്നു എങ്കിൽ 100 അടിയാണ് അടിക്കപ്പെടണം. ഈ അടിക്കുന്ന സമയത്ത് എങ്ങനെ അടിക്കുക? രഹസ്യമായ ഒരു മുറിയിൽ കൊണ്ടുപോയിട്ടൊന്നല്ല അടിക്കുക, ആളുകളുടെ മുമ്പിൽ എന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? അടിക്കുക എന്നുള്ളതാണ്. കാരണം ആ തിന്മ എന്ത് ചെയ്യരുത്? ആവർത്തിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഈ വ്യഭിചാരം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ചില ആളുകൾ, ചില മാതാപിതാക്കളൊക്കെ വിചാരിക്കുന്നത് അതൊക്കെ വളരെ വിദൂരാണ്, അങ്ങനെയൊന്നും സംഭവിക്കൂല എന്നാണ് ആളുകൾ ധരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ അടുത്തറിയുന്ന നിങ്ങൾ ചില സുഹൃത്തുക്കളോടൊന്ന് ചോദിച്ചു വെക്കും. ഈ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഈ പറയുന്ന കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, ആ ഗവൺമെന്റ് കോളേജിന്റെ അവസ്ഥ ചോദിച്ചറിഞ്ഞപ്പോൾ, അതായത് നോർമലായി നടക്കുന്ന സംഭവമാണ് ഈ പറയുന്ന നമ്മുടെ അടുത്തുള്ള കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് എന്ന് പറയുന്ന കോളേജിൽ വളരെ നോർമലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും അപ്പുറമാണ്. അതായത് ഫിത്നയുടെ കേന്ദ്രമാണ് എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. ഇതെന്തുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നു? ശിക്ഷിക്കപ്പെടേണ്ട ആളുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല. പിന്നെ അത് മാത്രമല്ല, വളരെ നോർമലൈസായി മാറുന്നുണ്ട് കുട്ടികൾക്കിടയിൽ. അതായത് ഇപ്പോഴുള്ള കുട്ടികളുടെയും നമ്മുടെയും ഇടയിൽ എന്തുണ്ട്? വളരെ വലിയ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല എന്ത് ചെയ്യാം അവർ ചിന്തിക്കുക. ഒരു 2 വയസ്സിന്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അത് ചില 10 വർഷത്തെ ഗ്യാപ്പ് ആയിരിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല കോഴ്സുകളുടെ പേരും പറഞ്ഞുകൊണ്ട് സ്വന്തം കുട്ടികളെ ചേർക്കണ്ട എന്നല്ല പറഞ്ഞു വന്നത്. പക്ഷെ ചേർക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? വളരെ കൃത്യമായ നിയമങ്ങൾ അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ദീനി ബോധം കൊടുക്കണം. അത് മാത്രമല്ല, ഇത്തരം ചതിക്കുഴികളെ കുറിച്ച് എന്ത് ചെയ്യണം? അവരെ നമ്മൾ ഉത്ബുദ്ധരാക്കണം എന്നുള്ളതാണ്. മറ്റതൊക്കെ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യില്ല? നമ്മൾ ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടോ കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ ഒരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന്. അതുകൊണ്ട് അതീവ ശ്രദ്ധ നമുക്കുണ്ടാകണം. എത്ര പേരൻസ് ആണ്, അതായത് സ്വന്തം മകൾക്ക് ഒരു ആൺ സുഹൃത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര നോർമലാണ്. ആൺ സുഹൃത്ത് ഒരു മകൾക്കുണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ നോർമലാണെന്ന് മാത്രമല്ല, ഇവൻ വീട്ടിലേക്ക് വരും, ഇവന് ഉമ്മ ഭക്ഷണം കൊടുക്കും, ഇവനെ കാണുന്നത് എങ്ങനെയാ? ഇവന്റെ മകനെ പോലെയാണ് എന്ത് ചെയ്യാ ചില ഉമ്മമാരും ചില ഉപ്പമാരൊക്കെ കാണാം. എന്നിട്ട് അവസാനം ആരാണ് ഈ മോളെ മോശമായ രൂപത്തിൽ, ക്രൂരമായ രൂപത്തിൽ മോളുടെ വിഷയത്തിൽ ഇടപെടുന്നത്? ആരായിരിക്കും? ഈ പറയുന്ന ചെക്കൻ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ ബൗണ്ടറികൾ, എന്തുകൊണ്ട് ഇസ്ലാം അത്തരം ബൗണ്ടറികൾ വളരെ കണിശമായി വെക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇർദിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ അഭിമാനം എന്ത് ചെയ്യരുത്? ഇല്ലാതായി പോകരുത് എന്നുള്ളതുകൊണ്ടാണ്. എത്ര ഹദീസുകളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു സ്ത്രീയും പുരുഷനും എന്ത് ചെയ്യരുത്? ഒറ്റക്കാകരുത് എന്ന് പറയുന്നുണ്ട്. പല ആവർത്തി പറയുന്നുണ്ട്. കാരണം ഒറ്റക്കായി കഴിഞ്ഞാൽ മൂന്നാമതായി ആരുണ്ട്? പിശാചുണ്ട് എന്നാണ്. മൂന്നാമതായി പിശാചുണ്ട്. അത് നമ്മുടെ കാലഘട്ടത്തിൽ വരുമ്പോൾ ഈ വാട്സപ്പ് പോലെയുള്ളതൊക്കെ എന്ത് വരും? ഖൽവത്ത് വരും. അതിൽ ഒരു ചാറ്റ് ബോക്സിൽ നമ്മളും വേറൊരാളും ഉണ്ട് എങ്കിൽ, അത് അന്യ സ്ത്രീയാണെങ്കിൽ അതെന്താണ്? ഖൽവത്തിലാണ് വരിക എന്നുള്ളതാണ്. കാരണം നമ്മൾ പിടിച്ചെടുത്ത് എന്ത് ചെയ്യൂല? നിൽക്കണം എന്നില്ല. അതുകൊണ്ട് തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാലെടുത്ത് വെക്കുന്നത് ഫിത്നയിലേക്കാണ്. പിന്നെ അതിൽ നിന്ന് പുറത്തു വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും. പ്രയാസമാകുന്നു മാത്രമല്ല, നമ്മുടെ സമാധാനം തന്നെ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം നിയമങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കുന്ന അത്തരം നിയമങ്ങൾ വളരെ കർശനമായി നമ്മൾ പാലിക്കണം എന്ന് മാത്രമല്ല,
നമ്മുടെ മക്കൾ അത് പാലിക്കുന്നുണ്ട് എന്ന ഉറപ്പുകൂടി എന്ത് ചെയ്യണം, നമ്മൾ വരുത്തണം. അതായത് ഒരു ആൺ സുഹൃത്ത് ഇല്ല എന്നത് മകളുള്ള ആളുകൾ അവർ ഉറപ്പുവരുത്തണം. ആണുങ്ങളാണെങ്കിൽ അവർക്ക് ആരും ഉണ്ടാകാൻ പാടില്ല, പെണ്ണുങ്ങളായ സുഹൃത്തുക്കളും ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. അങ്ങനെയുള്ള ഒന്നും എന്തില്ല, ഇസ്ലാം അങ്ങനെയുള്ള ഒന്ന് പഠിപ്പിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ തന്നെ ഈ റജ്മിന്റെ വിഷയമൊക്കെ പറയുന്നിടത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ആളുകളുടെ മുമ്പിൽ നടപ്പിലാക്കും. അവിടെ അള്ളാഹു പറയുന്നുണ്ട്, അവര് ശിക്ഷ നടപ്പിൽ വരുത്തുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കൊരു അലിവ് തോന്നരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, ഒരു അലിവ് തോന്നരുത്. ശിക്ഷ എന്ത് ചെയ്യണം, നടപ്പിലാക്കുക തന്നെ വേണം. ഒരു അലിവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. കല്യാണം കഴിയാത്ത ആളാണെങ്കിൽ ഒന്ന് 100 അടി ഉണ്ടാകും, മറ്റൊന്ന് നാട് കടത്തും. ഈ നാട്ടിൽ എന്ത് ചെയ്യൂല, ഓനെ നിർത്തൂല, നാട് കടത്തും. കാരണം മറ്റത് എന്തിന് സാധ്യത ഉണ്ട്, വീണ്ടും ആ തിന്മ വീണ്ടും വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരാളെ ശിക്ഷക്ക് വിധേയമാക്കുമ്പോൾ എല്ലാ ശുഭഹത്തുകളും നീങ്ങണം എന്നുള്ളതാണ്. സംശയം ഉണ്ടാകാൻ പാടില്ല, അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ എന്ത് നടപ്പിൽ വരുത്തൂല, റജ്മ് നടപ്പിൽ വരുത്തൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, റസൂലിന്റെ അടുക്കലേക്ക് മാഇസ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയുന്നുണ്ട്, റസൂലെ ഞാൻ വ്യഭിചാരം ചെയ്തിട്ടുണ്ട് പറഞ്ഞ റസൂൽ എന്താ പറഞ്ഞത്, നീ അങ്ങനൊന്നും ചെയ്തിട്ടുണ്ടാവൂല, മറിച്ച് വേറെന്തെങ്കിലും അതിനേക്കാളും താഴെയുള്ളതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ് എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെടുത്തുന്നത്. 2 വട്ടം വന്നപ്പോഴും റസൂൽ പറഞ്ഞയച്ചു. എന്നാൽ ഇന്നൊരാൾ അങ്ങനെ വന്ന് പറയണം നമ്മൾ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട്? ഒരാൾ പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുകില് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒരാൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലോ അത് പിന്നെ എത്തേണ്ട അടുത്തേക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, എത്തിയിട്ടുണ്ടാകും. പറയാതെ തന്നെ ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾ പലപ്പോഴും അത് കേട്ടു നിൽക്കുക എന്നതും തിന്മയായി മാറും. ആരോപണങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. കാരണം വേറൊരുത്തനെ കുറിച്ചാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളെ കുറിച്ചല്ല വേറൊരുത്തനെ കുറിച്ചാണ്. അപ്പൊ വേറൊരുത്തന്റെ നെഗറ്റീവ് കേൾക്കുക എന്നുള്ളത് പിശാച് എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും. കാരണം അത് എന്തിനാണ്, ഗീബത്തിന്റെ ഗണത്തിലാണ് വരിക. അങ്ങനെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിശാചിനെ ആഖിറത്തിനെ തൊട്ട് നമ്മെ പിൻവലിപ്പിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള ഒരാളെ കുറിച്ച് നമ്മുടെ ഇടയിൽ സംസാരം വരികയാണെങ്കിൽ അത് സംസാരിക്കേണ്ട, അത് വിട്ടള, അത് നമ്മളെ വിഷയമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറി നിൽക്കണം എന്നതാണ്. അല്ല എങ്കിൽ അത് വളരെ വലിയ പ്രയാസം ആഖിറത്തിൽ നമുക്ക് സൃഷ്ടിക്കും. ദുനിയാവിൽ ചിലപ്പോൾ നേരം പോക്കായിരിക്കാം, ആഖിറത്തിൽ നമ്മൾ പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്നതാണ്. അതാണ് റജ്മുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന പാഠങ്ങൾ. അവിടെ 2 രൂപത്തിലാണ് സ്ഥിരപ്പെടുക. ഒന്ന് 4 സാക്ഷികൾ വന്നിട്ട് പറയണം, അതല്ലെങ്കിൽ സ്വന്തം അംഗീകരിക്കണം. ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഒരാൾ അംഗീകരിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യും, അത് നടപ്പിൽ വരുത്തും എന്നുള്ളതാണ്. ഇനി അതിൽ തന്നെ സാക്ഷ്യം വഹിക്കുന്നിടത്ത് തന്നെ ചില ഷർത്തുകളുണ്ട്. ഒന്ന്, ഈ 4 ആളുകളും സാക്ഷ്യം വഹിക്കേണ്ടത് ഒരു മജ്ലിസിൽ വെച്ചാണ്, ഒരു ഇരുത്തത്തിലാണ് 4 ആളുകളും സാക്ഷ്യം വഹിക്കേണ്ടത്. രണ്ടാമത്തേത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ ഉറപ്പുവരുത്തണം. മൂന്നാമത്തേത് അവിടെ ഉറപ്പുവരുത്തുന്ന സന്ദർഭത്തിൽ വ്യഭിചാരം തന്നെ, സിന തന്നെ നടന്നിട്ടുണ്ട് എന്ന് ഈ പറയുന്ന 4 ആളുകളും പറയണം. നാലാമത്തേത് ഇവരൊക്കെ പുരുഷന്മാരാകണം എന്നുള്ളതാണ്. അഞ്ചാമത്തേത് കാഴ്ച പരിമിതിയുള്ള ഒരാൾ അതിൽ ഉണ്ടാകാൻ പാടില്ല, നല്ല കാഴ്ച എന്ത് ചെയ്യണം, ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഷർത്ത് പാലിക്കപ്പെടാതെയാണ് ഇവർ ഒരാൾക്കെതിരെ ആരോപണം നടത്തുന്നതെങ്കിൽ അതിന്റെ പേരിൽ ഇവരെന്ത് ചെയ്യും, ഇവർക്ക് കുറ്റാരോപണത്തിന്റെ ശിക്ഷ ഇവരുടെ പേരിൽ നടപ്പിലാക്കുന്നുള്ളതാണ്. അപ്പൊ ഇതാണ് 20ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നഹും ഇൻ യൽഹറു അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും ഫീ മില്ലതിഹിം വലൻ തുഫ്ലിഹു ഇദൻ അബദ. അവിശ്വാസികളായ ആളുകളും അതേപോലെ തന്നെ യഹൂദികളും നസ്രാനികളും എല്ലാം മുസ്ലിമീങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ, നമ്മൾ ആരുടെ മതം സ്വീകരിക്കണം, അവരുടെ മതം നമ്മൾ സ്വീകരിക്കണം, അവർ ചെയ്യുന്ന തിന്മകൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് അവിശ്വാസികളായ ആളുകൾ മുസ്ലിമീങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുക എന്ന്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ വളരെ കൃത്യമാണ്. ആ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഒരാൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പല ആളുകൾക്കും നഷ്ടമുണ്ട്. എന്ന് പറയുമ്പോൾ പല വലിയ വൻകിട കമ്പനികൾക്കും എന്ത് ചെയ്യും, അത് നല്ലോണം ബാധിക്കും. കോർപ്പറേറ്റുകൾക്കൊക്കെ എന്ത് ചെയ്യും,
നല്ല ഇടിവ് ഉണ്ടാകും ഒരാൾ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുകയാണെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ ജീവിക്കാൻ സമ്മതിക്കൂല. പലതും എന്ത് ചെയ്യും? മാറ്റത്തിരുത്തൽ വരുത്തും. അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ അവിശ്വാസികളുടെ മതം സ്വീകരിക്കണം. അവിശ്വാസിയായി മാറാൻ വേണ്ടി എന്ത് ചെയ്യും? ഇവരൊക്കെ എല്ലാ പണിയും എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും എന്തെങ്കിലും ഒരു തെറ്റ് ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വന്നാൽ പോലും നമ്മൾ എന്തൊഴിവാക്കരുത്? ദീൻ ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ചില ആളുകൾ ദീൻ ഇസ്ലാമിനെ ഒഴിവാക്കുന്ന ഈ പറയുന്ന നിരീശ്വരവാദികളുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അവരെന്താ പറയാ? ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു മുസ്ലിമായ വ്യക്തിയിൽ നിന്ന് അവർ ചെറുപ്പകാലത്തോ അല്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു മോശമായ അനുഭവം ഉണ്ടാകുന്നു. അതിന്റെ പേരിൽ ഇവരെന്ത് ചെയ്യുന്നു? ഇസ്ലാം ഒഴിവാക്കുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഇസ്ലാം ഒഴിവാക്കേണ്ടതുണ്ടോ? കിട്ടിയ ഹിദായത്ത് എന്തെയാണ്? ഏതെങ്കിലും ഒരു ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുക. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആ ഹിദായത്തിന്റെ പ്രാധാന്യം കൂടെ കുറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് നേരിട്ടാലും, എന്ത് പരീക്ഷണങ്ങളും, എന്ത് കുറ്റങ്ങളും, എന്ത് മോശത്തരങ്ങളും ആരിൽ നിന്ന് നേരിട്ടാലും അതൊക്കെ ആ വ്യക്തിയുടെ തെറ്റാണ്. ഇസ്ലാമിന്റെ തെറ്റായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, അതിനെ കാണാൻ സാധിക്കുകയില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ പല വിഷയത്തിലും അങ്ങനെയാണ്. നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോൾ ആ കൂട്ടായ്മയിൽ നിന്നുള്ള ഒരാൾ എന്ത് ചെയ്തു? മോശമായ രൂപത്തിൽ പെരുമാറി. എന്നാൽ അദ്ദേഹം മോശമായ രൂപത്തിൽ പെരുമാറി എന്നതുകൊണ്ട് അത് കൂട്ടായ്മയുടെ ആദർശമായിരിക്കും ആ പെരുമാറ്റം? അല്ല, അത് അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന മോശത്തരാണ്. ഏത് വിഷയത്തിലും നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രൂപത്തിൽ നമ്മുടെ ഇടപാടുകളും പെരുമാറ്റങ്ങളൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളത്. ഇനി അടുത്ത ആയത്ത്, وَكَذَلِكَ أَعْثَرْنَا عَلَيْهِمْ لِيَعْلَمُوا أَنَّ وَعْدَ اللَّهِ حَقٌّ وَأَنَّ السَّاعَةَ لَا رَيْبَ فِيهَا إِذْ يَتَنَازَعُونَ بَيْنَهُمْ أَمْرَهُمْ فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا وكذلك അപ്രകാരം അഅ്സർനാ നമ്മൾ എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു. ആരെ? അലൈഹിം, അവരെ. അള്ളാഹ് പറയാൻ നമ്മൾ വെളിവാക്കി. ആരെയാണ് വെളിവാക്കിയത്? അസ്ഹാബുൽ കഹ്ഫിനെ നമ്മൾ വെളിവാക്കി കൊടുത്തു. എന്തിനാണ് അള്ളാഹു അങ്ങനെ? അസ്ഹാബുൽ കഹ്ഫ് ജീവിച്ചിരിപ്പുണ്ട്, അവർ മരിച്ചിട്ടില്ല എന്നത് അള്ളാഹു വെളിവാക്കിയത് എന്തിനു വേണ്ടിയിട്ടാ? ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. ചില ആളുകൾ വിശ്വസിച്ചിരുന്നു. ചില ആളുകളുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, റൂഹുകൾ മാത്രം എന്ത് ചെയ്യുള്ളൂ? ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുള്ളൂ. എന്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടൂല? ശരീരം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടൂല എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ആ വിശ്വാസം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാഹ് എന്ത് ചെയ്തത്? അസ്ഹാബുൽ കഹ്ഫിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്നാണ്. ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. ഇനി കഴിഞ്ഞില്ല, വഅന്ന സ്സാഅത ലാ റൈബ ഫീഹാ. ഖിയാമത്ത് നാളിന്റെ വിഷയത്തിൽ എന്തില്ല? ഒരു സംശയവുമില്ല. ദുനിയാവിൽ തന്നെ അള്ളാഹു ആ പ്രക്രിയ ആവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും? ആഖിറത്തിന്റെ സന്ദർഭത്തിൽ അത് അള്ളാഹുവിന് എളുപ്പത്തിൽ ജനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇദ് യതനാസഊന ബൈനഹും അംറഹും ഫഖാലു ഇബ്നു അലൈഹിം ബുനിയാനൻ റബ്ബുഹും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആ കഥ തഫ്സീറുകളിൽ വിശദീകരിക്കുന്നത്, ഒരാൾ എന്ത് ചെയ്യുന്നു? വാങ്ങാൻ പോയിട്ട് ദീനാറുകൾ കൊടുക്കുന്നു, അവരുടെ കയ്യിലുള്ള പണ്ടുള്ള നാണയങ്ങൾ കൊടുക്കുന്നു. അപ്പൊ ഈ നാണയങ്ങൾ കൊടുക്കുമ്പോൾ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവർക്ക് ഇത് ഏത് കാലത്തെ നാണയമാണെന്നുള്ള തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം, ആ കടക്കാരൻ വേറൊരാൾ കൊടുക്കും. അപ്പൊ ആ വ്യക്തി പറയും, ഇതെന്തോ ഒരു നിധിയായിരിക്കാം, എന്തെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ഈ വാങ്ങാൻ വന്ന വ്യക്തി ഉണ്ടല്ലോ, ഈ വാങ്ങാൻ വന്ന വ്യക്തിക്ക് എന്തോ പ്രശ്നമുണ്ട്, കുഴപ്പമുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യും? ഇവര് പറയും. കാരണം കുറെ കാലത്തിന് ശേഷം വരുന്നത്, ഇദ്ദേഹത്തിനാണെങ്കിൽ ഒന്നും തിരിച്ചറിയുന്നില്ല, ഇവരുടെ സംസാരങ്ങളൊന്നും തിരിച്ചറിയുന്നില്ല. അങ്ങനെ രാജാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയും, രാജാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയ സന്ദർഭത്തിൽ രാജാവ് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു കൂട്ടം എന്തുണ്ട്? അസ്ഹാബുൽ കഹ്ഫ് എന്ന കൂട്ടം അവരായിരിക്കാം ഇത് എന്ന് പ്രവചിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അസ്ഹാബുൽ കഹ്ഫിനെ കാണാൻ വേണ്ടി രാജാവും കുറച്ചാളുകളും ഗുഹയുടെ അടുക്കിലേക്ക് പോകുന്നു.
ഗുഹയുടെ അടുക്കിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഈ പറയുന്ന ഗുഹയുടെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുണ്ടല്ലോ, അയാൾ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പോയിട്ട് അവരോട് പറയാം ഇങ്ങനെ ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് പറയാം. മറ്റേ പെട്ടെന്ന് പോകുമ്പോൾ എന്ത് ചെയ്യും, അവർക്കൊരു പേടി ഉണ്ടാകും. അങ്ങനെ പോയിട്ട് പറയും ഇങ്ങനെ രാജാവ് മറ്റവരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും. അത് കേൾക്കുകയും ആ കേട്ട് കഴിയലും അപ്പൊ തന്നെ അള്ളാഹ് എന്ത് ചെയ്യും, അവരെ മരിപ്പിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അവിടെ സംഭവിക്കുന്ന ചരിത്രത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. അവരെന്ത് ചെയ്തു, അവിടെ മരണപ്പെട്ടു എന്നതാണ്. അപ്പൊ മരണപ്പെട്ടതിന് ശേഷം പിന്നെ അവർക്കിടയിൽ നടക്കുന്ന ചർച്ചയാണ് ശേഷം പറയുന്നത്. എന്താണ് ഒരു സ്വാലിഹീങ്ങളായ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല അറിയപ്പെട്ട, പ്രത്യേകിച്ച് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പിന്നെ പറയുന്ന വേണ്ട, ഉടനെ തന്നെ എന്ത് ചെയ്യും, ഖബറ് പൊന്തും, അതല്ലെങ്കിൽ അതിന്റെ പേരിൽ വേറെ പലതും പൊന്തുന്ന അവസ്ഥ ഉണ്ടാകും. അതേ അവസ്ഥ എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടായിന. അവിടെ പറയുന്നത് അവർക്കിടയിൽ പരസ്പരം തർക്കം തുടങ്ങി മരണപ്പെട്ടതിന് ശേഷം. ജീവിച്ചിരിക്കുന്ന ആളുകൾ പ്രവർത്തിച്ചത് തൗഹീദിന് വേണ്ടി, അവർ മരിച്ചപ്പോൾ അവരുടെ വിഷയത്തിൽ ചെയ്യുന്നതോ ഷിർക്കിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ്. ഫഖാലു അവർ പറഞ്ഞു ഉബ്നു അലൈഹിം ബുന്യാന, ഒരു കെട്ടിടം ചെയ്യണം, അവരുടെ വിഷയത്തിൽ നമ്മൾ പണിതുയർത്തണം. റബ്ബുഹും അഅലമു ബിഹിം, അവരെ കുറിച്ച് ഏറ്റവും അറിയുന്നവരാരാ, അല്ലാഹുവാണ്. അതുകൊണ്ട് ഒരു കെട്ടിടം ചെയ്യാം, അവരുടെ പേരിൽ നമുക്ക് പണിയാം. അല്ലെങ്കിലോ ഖാലല്ലദീന ഗലബു അലാ അംരിഹിം, അവരുടെ വിഷയത്തിൽ കുറച്ചൊക്കെ മുൻതൂക്കമുള്ള ആളുകൾ പറഞ്ഞു, അവരുടെ വിഷയത്തിൽ കുറച്ചൊക്കെ അറിവുള്ള ആളുകൾ പറഞ്ഞു, അല്ല ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, നമുക്ക് എന്താ ഒരു പള്ളി തന്നെ പണയാം, സുജൂദ് ചെയ്യുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം. മസ്ജിദ് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം. അപ്പൊ അങ്ങനെയുള്ളൊന്നും എന്ത് ചെയ്യാം, ഇവരുടെ വിഷയത്തിൽ നമുക്ക് പണിയാം എന്ന് പറഞ്ഞു. അതായത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകം മാറി എന്നുള്ളതാണ്. പിന്നെ ലോകം ചെയ്തു മാറി, ദുനിയാവിൽ നിന്ന് എവിടേക്ക് എത്തി, ബർസഖിലേക്ക് എത്തി. ആഖിറത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണെന്ത്, മരണം എന്നത്. ഒന്നാമത്തെ ഘട്ടം അവിടേക്ക് എത്തി. പിന്നെ ദുനിയാവുമായിട്ട് എന്തില്ല, കണക്ഷൻ ഇല്ല. പിന്നെ വേറെ ലോകത്താണ്. പിന്നെ അതിനെന്ത് ചെയ്യരുത്, നമ്മൾ വീണ്ടും പിടിച്ച് ദുനിയാവിലേക്ക് കൊണ്ടുവരരുത്. അവരെങ്ങനെയെങ്കിലും ദുനിയാവിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടുത്തെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞിട്ട് ഖബറിലേക്ക് എത്തിയതാണ്. ഇനി ഖബറിലേക്ക് എത്തിയാലും നമ്മളെ ആൾക്കാർ എന്താ ചെയ്യുക, അവർ വീണ്ടും കൊണ്ടുപോയി ദുനിയാവിലേക്ക് ഇടുന്ന അവസ്ഥയാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലൊക്കെ വളരെ വ്യാപകമായി നടക്കുന്ന സംഭവമാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക, അതൊരു കച്ചവടമാണ്, ഒരു കച്ചവടമാക്കി മാറ്റുക. അതിന്റെ പിന്നിൽ ഒരുപാട് ആളുകൾ അവിടെ പോവുക, സുജൂദ് ചെയ്യുക, പൈസ ഇടുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇസ്ലാം എന്ന് പറയുന്നത് എത്ര എളുപ്പമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരാളുടെ മരണത്തോടു കൂടി പിന്നെ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടൂല. റസൂൽ വഫാത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിങ്ങളെ വെറുതെ വിടൂല എന്ന് പറയുന്നു. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആ രംഗം ശാന്തമാക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, വഫാത്തായി പോയിട്ടുണ്ട്. അതേപോലെ ഒരു പ്രവാചകനാണ് ആര്, റസൂലും. റസൂൽ എന്ത് ചെയ്യും, വഫാത്തായി പോകും. വഫാത്തായി പോകാത്തവൻ ആര് മാത്രമാണ്, അള്ളാഹു മാത്രം. ആ അള്ളാഹിനെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന്. റസൂലിന്റെ വഫാത്തിന്റെ സന്ദർഭത്തിൽ പോലും തൗഹീദാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു വരൾച്ച സംഭവിക്കും. വരൾച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അവരുടെ ഭൂമിയുടെ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും. വെള്ളം അല്ലെങ്കിൽ കുറവാണ്, ഇനി വരൾച്ചയും കൂടി ആയാലോ നല്ല പ്രയാസപ്പെടും. അങ്ങനെ വരൾച്ച സംഭവിച്ച സന്ദർഭത്തിൽ അന്നവിടെ റസൂലിന്റെ ഖബർ അവിടെ ഉണ്ട്, റസൂലിന്റെ ഖബർ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ആ ഖബറിന്റെ അടുക്കലേക്ക് പോകുന്നു, റസൂലെ വരൾച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഉമർ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ഉമർ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, റസൂലിന്റെ കുടുംബക്കാരനുണ്ട്, ആ കുടുംബക്കാരനെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആരോടെ പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി, മഴയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കാരണം റസൂലിന്റെ കുടുംബക്കാരനാണ്, ആ പ്രാർത്ഥനയ്ക്ക് എന്ത് കിട്ടും, പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള സാധ്യത ഉള്ളതാണ്. അപ്പൊ അവിടെ റസൂൽ ഉണ്ടായിട്ട് പോലും റസൂലിനോട് ചോദിച്ചിട്ടില്ല എന്നാണ്. നമ്മുടെ നാട്ടിലെ ആളുകളുടെ അവസ്ഥ വെച്ചിട്ട് പറയുകയാണെങ്കിൽ അത് റസൂലിനോടുള്ള അനാദരവായിരിക്കും. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനോടുള്ള ആദരവാണ് എന്ത് ചെയ്തത്, അവിടെ കാണിച്ചത്. കാരണം റസൂല് പഠിപ്പിക്കാത്തതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അൻബിയാഇഹിം വസാലിഹീഹിം മസാജിദ.
യഹൂദികളെയും നസറാനികളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന്. ശപിക്കുന്നതിന്റെ കാരണം എന്താ? ശാപത്തിന്റെ കാരണം എന്താ? അവരുടെ സ്വാലിഹീങ്ങളുടെയും ഉന്നതന്മാരായ ആളുകളുടെയും ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയെന്ന്. അവിടെ പോയി ആരാധിക്കുക, പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയാക്കി മാറ്റി എന്ന. അജ്മീറിലൊക്കെ പോയ ആളുകൾ പറയും അവിടെ എത്തിക്കഴിഞ്ഞാൽ ദീൻ ഇതല്ല എന്നുള്ളത് ബോധ്യപ്പെടുന്ന. കുറച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ബോധ്യപ്പെടും? ഇത് ദീനല്ല എന്നുള്ളത് ബോധ്യപ്പെടുന്ന കുറച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം എല്ലാത്തരം ആളുകളും എന്ത് ചെയ്യും? അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു ബിസിനസിന്റെ കേന്ദ്രമായിട്ടാണ് നമുക്ക് അവിടെ തോന്നിപ്പോവുക. അതുകൊണ്ട് നമ്മൾ പരമാവധി ജീവിതത്തിൽ ഒരു ഖബറിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പോകേണ്ട ആവശ്യമില്ല. റബ്ബിന്റെ അടുക്കൽ എന്ത് ചെയ്താൽ മതി? കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായാൽ മതി എന്നുള്ളത്. മറ്റേത് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു മാത്രമല്ല, കാലാകാലം നമ്മൾ നരകത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? കഴിയേണ്ടി വരും എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഖബറുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ഇതെന്തല്ല, ഇതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ഇതിന് ബന്ധമുള്ളത് യഹൂദികളോടും നസറാനികളോടുമാണ് ഇതിന് ബന്ധമെന്ന് നമ്മൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളത്. ഇനി ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ പാഠം എന്നുള്ളത് സൂറത്തു ഹജ്ജിലെ 38-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു. വിശ്വാസികളായ ആളുകളെ അള്ളാഹു സംരക്ഷിക്കുന്ന, അള്ളാഹു പ്രൊട്ടക്ട് ചെയ്യും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നമ്മുടെ ഈമാൻ എത്ര കണ്ട് ശക്തമാണോ അത്ര കണ്ട് അള്ളാഹു നമ്മെ സംരക്ഷിക്കും. എന്നാൽ ഈമാനിൽ എത്ര കണ്ട് ദുർബലതയുണ്ടോ അത്ര കണ്ട് സംരക്ഷണം കുറയും എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ്. ഇനി അടുത്ത ആയത്ത്, سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون 7 وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا. ഇനി എണ്ണത്തിന്റെ വിഷയത്തിലേക്ക് വരാം. അസ്ഹാബുൽ കഹ്ഫി എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്ന ചർച്ചയാണ്. അപ്പൊ സയഖൂലൂൻ അവർ പറയുന്നു, സലാസത്തുൻ റാബിഉഹും കൽബുഹും. എത്ര ആളുകളാ? 3 ആളുകളാണ്. 4ാമത്തെ ആളാണ് ആര്? നായ. ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തത് വയഖൂലൂന അവർ പറയുന്നു ഖംസത്തുൻ. എത്ര ആളുകളാ? 5 ആളുകൾ. സാദിസുഹും കൽബുഹും. 6ാമത്തത് നായയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് റജ്മം ബിൽ ഗൈബ്. ഇതവരിങ്ങനെ എറിഞ്ഞു നോക്കുകയാണ്. റജ്മ് എന്ന് പറഞ്ഞാൽ എറിയ, ബിൽ ഗൈബ് അദൃശ്യമായ കാര്യം. അപ്പൊ എണ്ണ എത്ര ഉണ്ടല്ലോ ആർക്കും അറിയുന്ന കാര്യമാണ്, അള്ളാഹ്ക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ അവരിങ്ങനെ അത് എറിയാൻ, ചിലപ്പോ ശരിയായാലോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ അഭിപ്രായം പറയാം. അപ്പൊ ഈ 2 അഭിപ്രായം എന്തല്ല, ശരിയല്ല. ഇനി 3ാമത്തെ അഭിപ്രായം പറയാണ് വയഖൂലൂന അവർ പറയുന്നു 7 ആളാണ്, വസാമിനുഹും കൽബുഹും 8ാമത്തേത് നായയാണ്. അപ്പൊ ഇത് പറഞ്ഞിട്ട് അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? തിരുത്തിയിട്ടില്ല. അപ്പൊ ഇതാണെന്ത്? അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണം. മറ്റേത് 2ഉം പറഞ്ഞിട്ട് അള്ളാഹു എന്ത് ചെയ്തു? റജ്മം ബിൽ ഗൈബ്, അവര് ഗൈബിൽ തൊട്ട് കളിക്കാണ് എന്നുള്ള പറഞ്ഞു. അപ്പൊ അത് തിരുത്തലാണ്. ആ 2 അഭിപ്രായം ശരിയല്ല, 3ാമത്തെ അഭിപ്രായമാണ് ശരി എന്ന് പറയാം. എന്നിട്ടോ അവിടെ പറയണം, കുൽ നബിയെ താങ്കൾ പറയണം, റബ്ബി അഅലമു ബിഇദ്ദതിഹി. അവരുടെ എണ്ണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവനാരാ? അല്ലാഹുവാണ്. മാ യഅലമുഹും ഇല്ലാ ഖലീൽ. യഹൂദികളായ ആളുകൾ, നസ്രാനികളായ ആളുകൾ അവർക്ക് എത്ര അറിയുള്ളൂ? വളരെ കുറച്ചേ അറിവിൽ നിന്ന് അവർക്കുള്ളൂ. എന്നിട്ട് പറയണം ഫലാ തുമാരി ഫീഹിം. ഫലാ തുമാരി ഫീഹിം. മാറാ യുമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കിക്കാണ്. ഫലാ തുമാരി, തർക്കത്തിൽ ഏർപ്പെടരുത്. ഫീഹിം, ആരുടെ വിഷയത്തിൽ? അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ. എങ്ങനെയുള്ള തർക്കമല്ലാതെ? ഇല്ലാ മിറാഅൻ ളാഹിറ, പ്രകടമായ രൂപത്തിൽ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള തർക്കം മാത്രമേ പാടുള്ളൂ. അല്ലാത്ത തർക്കത്തിൽ നിങ്ങൾ ഏർപ്പെടരുത് എന്ന. തർക്കത്തെ കുറിച്ച് ഇസ്ലാം പറയുന്നത് ചില അവസ്ഥകൾ നമുക്ക് വരും, തർക്കിക്കേണ്ട ചില അവസ്ഥകൾ വരും. നമ്മുടെ ഭാഗത്തായിരിക്കും ശരി ഉണ്ടാകുക. എന്നാലും എന്ത് ചെയ്യും? ചില ആളുകൾ തർക്കിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ തർക്കത്തിന് വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്,
നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിലും തർക്കം ഒഴിവാക്കുന്നവർക്ക് സ്വർഗത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. തർക്കം ഒഴിവാക്കുന്ന ആളുകൾക്ക്. ഈ തർക്കം ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? വിനയം വേണം. പലപ്പോഴും നമ്മുടെ ഈഗോ എന്ത് ചെയ്യൂല, ചിലപ്പോൾ അതിനെ സമ്മതിക്കൂല. ഞാൻ അങ്ങനെ ചെറുതായി കൊടുക്കാൻ പറ്റൂല, പ്രത്യേകിച്ച് ഓന് അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റൂല, താഴ്ന്നു കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? തർക്കിക്കും. അപ്പൊ അതുകൊണ്ടാണ് റസൂല് പറയുന്നത് തർക്കിക്കരുത്. തർക്കിക്കാതിരുന്നു കഴിഞ്ഞാൽ സ്വർഗമുണ്ട് എന്ന് പറയാനുള്ള കാരണം. എന്നാൽ തർക്കിക്കാതിരിക്കണമെങ്കിൽ കുറച്ചൊക്കെ എന്ത് വേണം? ഈമാൻ വേണം. അത് മാത്രല്ല, കുറച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകളും കൂടിയായി നമ്മൾ എന്ത് ചെയ്യണം? മാറണം. നമ്മൾ ഒരാളോട് സംസാരിക്കുന്നതെങ്കിൽ ആ സംസാരത്തിന്റെ ഉദ്ദേശം എന്താ? അയാൾ സത്യത്തിലേക്ക് എത്തണം, അയാൾ സത്യം അറിയണം എന്നാ. നമുക്ക് ഒരാളുടെ സ്വഭാവം മുമ്പേ അറിയാം, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. പിന്നെ വെറുതെ എന്തിനാ നമ്മൾ സംസാരിക്കാൻ നിൽക്കുന്നത്? അത്തരം ആളുകളെ നമ്മൾ എന്ത് ചെയ്യാം? സംസാരിക്കാതിക്കുക, അത്തരം വിഷയത്തിൽ ഇടപെടാതിക്കുക എന്നുള്ളതാണ്. സാധാരണ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അതായത് ഈ കുറച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ആരെ പണിയാണ്? നായയുടെ ജോലിയാണ്. എന്നാ സിംഹം എന്താ ചെയ്യാ? സിംഹം ഇങ്ങനെ മുണ്ടാണ്ടിക്കും. ആ മുണ്ടാണ്ടിക്കലാണ് എന്ത്? ഒരു ഭയമുള്ളത് എന്ന്. അപ്പൊ എന്ത് ചെയ്യണ്ട? നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന അല്ലെങ്കിൽ തർക്കിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ നിങ്ങളെ അടുക്കൽ നിന്ന് ഉണ്ടാകരുത്. നിങ്ങൾ കാര്യങ്ങൾ വീക്ഷിക്കുക. സംസാരിക്കേണ്ട ഇടമാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? സംസാരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, വലാ തസ്തഫ്തി, നീ ചോദിക്കരുത്. ഇസ്തഫ്തി എന്ന് പറഞ്ഞാല് ഫത്വ ചോദിക്കാം. വലാ തസ്തഫ്തി, നീ ചോദിച്ചു പോകരുത്. ഫീഹിം, അവരുടെ വിഷയത്തിൽ. മിൻഹും, യഹൂദികളോടും നസ്രാനികളോടും. അഹദൻ, ഒന്നും എന്ത് ചെയ്യരുത്? നീ അവരോട് ചോദിക്കരുത് എന്നാണ്. വലാ തസ്തഫ്തി ഫീഹിം മിൻഹും, അവരോട് അഹദൻ, ഒന്നിനെ കുറിച്ചും ചോദിക്കരുത്. കാരണം അവർക്ക് എന്തില്ല? അറിവില്ല. അവര് അറിയാത്ത കാര്യങ്ങൾ പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് നീ അവരോട് ചോദിക്കണ്ട എന്ന്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചോദിക്കുന്ന സന്ദർഭത്തിൽ പോലും എന്തുണ്ട്? മര്യാദകളുണ്ട് എന്ന്. അറിവില്ലാത്ത ആളുകളോട് എന്ത് ചെയ്യാൻ പാടില്ല? ചോദിക്കാൻ പാടില്ല. അപ്പൊ ചോദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അറിവില്ലാത്ത ഒരാൾ മറുപടി പറയാൻ പാടുണ്ടോ? നീ ഭാവി ഔലയാണ്, എന്തായാലും പറ്റൂല. ചോദിക്കുന്ന സന്ദർഭത്തിൽ അറിവില്ലാത്ത ആളുകളോട് ചോദിക്കാൻ പറ്റൂല. ഒന്ന്, അങ്ങനെയെങ്കിൽ അറിവില്ലാത്ത ആളുകൾ മറുപടി പറയാൻ പാടില്ല എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. ഒരിക്കലും എന്ത് ചെയ്യാൻ പോകരുത്? അവർ മറുപടി പറയാൻ പോകരുത് എന്നാണ്. കാരണം ദീനിന്റെ വിഷയമാണ് അത്. അതിന്റെ ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്? കൈകാര്യം ചെയ്യേണ്ടത്. അതിനർത്ഥം എന്തും നമ്മൾ പറയണ്ടെന്നല്ല, മറിച്ച് നമുക്ക് അറിയുന്ന വളരെ കൃത്യമായി ബോധ്യമുള്ള വിഷയം എന്ത് ചെയ്യാം? നമുക്ക് പറയാം. അല്ലാത്ത വിഷയത്തിൽ എന്ത് ചെയ്യരുത്? നമ്മൾ പോയി ഇടപെടരുത്. അത് നമ്മുടെ ഈമാനിനെ എന്ത് ചെയ്യും? ബാധിക്കും. എത്ര ചെറിയ വിഷയമാണെങ്കിലും അറിയില്ലേ എങ്കിൽ അറിയില്ല എന്ന് എന്ത് ചെയ്യാം? പറയാം. അതാണ് യഥാർത്ഥ അറിവിന്റെ ആളുകളുടെ അടയാളം. മറ്റേത് നമ്മൾ എന്തിനാണ്, നമുക്ക് അറിയുന്നുണ്ട് എന്ന് ഒരാൾക്ക് അറിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനുള്ളത്? നമുക്ക് എന്താണ് അതിൽ നിന്ന് ലഭിക്കാനുള്ളത്? ഒന്ന്, അള്ളാന്റെ കോപം എന്ത് ചെയ്യും? നമുക്ക് ലഭിക്കും. മറ്റൊന്ന്, നമുക്ക് അറിവുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ കോപം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന വളരെ ചിന്തനീയമായ ഒരു വാചകമുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, അറിവിന്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് ഒന്നും അറിയാത്ത ആളുകൾ പോലും എനിക്ക് അറിയില്ല എന്ന് പറയില്ല. ഒന്നും അറിയാത്ത ആളുകൾ പോലും അറിയില്ല എന്ന് പറയാൻ അവർക്കൊരു മടി ഉണ്ടാകുന്ന. നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഒരാളെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല എന്ന് നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി ഒരാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സത്യമാണെങ്കിൽ പോലും ആ ആൾ അംഗീകരിക്കും? ആ ആള് ഒരിക്കലും അംഗീകരിക്കൂല. അതാണ് അറിവിന്റെ ശ്രേഷ്ഠത എന്നാണ്. അപ്പൊ ഇസ്ലാമിൽ മുഫ്തിക്കും മര്യാദകളുണ്ട്, ഫത്വ കൊടുക്കുന്ന ആളുകൾക്കും മര്യാദ ഉണ്ട്, മുസ്തഫ്തിക്കും എന്തുണ്ട്? മര്യാദ ഉണ്ട്. ചോദിക്കുന്ന ആളുകൾക്കും മര്യാദ ഉണ്ട്. സലാം പറഞ്ഞ് കാര്യങ്ങൾ അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമായിരിക്കണം. എന്തല്ല, ചില ആളുകൾ ചോദിക്കുന്ന അറിയാൻ വേണ്ടിയിട്ടല്ല, കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാ ചില ആളുകൾ ചോദിക്കുക. അങ്ങനെ എന്ത് ചെയ്യരുത്? ചോദിക്കരുത് എന്നുള്ളത്. നമുക്ക് അറിവ് ലഭിക്കണം എന്ന ഉദ്ദേശത്തിൽ ചോദിക്കണം. ഇനി ചില ആളുകളുണ്ട്, മറ്റു പലയിടത്തുനിന്നും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, എന്നിട്ട് എന്ത് ചെയ്യും? ചോദ്യം പകുതി ചോദിക്കും, അപ്പൊ ഉത്തരം പറയും എന്നാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ എന്ത് ചെയ്യും? പിന്നെ പറയും. അതൊക്കെ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചോദിക്കണം. മറ്റൊന്നെന്താ, നമ്മൾ പകുതി ചോദിക്കുന്നു എന്നിട്ട് ഉത്തരം പറയുമ്പോൾ പറയുന്നത് അങ്ങനെയല്ല, ഇങ്ങനെ വേറൊരാൾ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ വേറൊരാൾ പറയുന്നുണ്ട്, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം? ചോദ്യം ചോദിക്കാന്നതാണ്. അപ്പൊ ചോദ്യത്തിന്റെ പിന്നിൽ എപ്പോഴും ഇഖ്ലാസ് ആയിരിക്കണം നമുക്കുണ്ടാകുന്നത്. അത് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അമല് ചെയ്യണം എന്നതാണ് ലക്ഷ്യം. അല്ലാതെ വെറും ചോദ്യം ചോദിക്കുക ഉത്തരം പറയാ എന്നുള്ളതല്ല എന്ത് ചോദ്യം ചോദിക്കുന്നതിന്റെ ഇസ്ലാമികപരമായ മാനം.
ഒരു ചോദ്യോത്തര സെഷൻ വെച്ച് നോക്കിയേ, ചോദ്യം ചോദിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും, ചോദ്യം ചോദിക്കാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനി ആ ചോദ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ആളുകൾ എത്ര ഉണ്ടാവുള്ളൂ? വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവും. ഇനി ചോദിക്കുന്ന ആൾ തന്നെ ചോദിക്കുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അമൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കൂല. ചിലപ്പോ ബാക്കി സദസ്സിൽ വേറൊരിടത്തുണ്ടാവും, ഇവനെ കൊള്ളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ചോദിക്കുക. അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അതും എന്ത് ചെയ്യരുത്, നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ്. ചില ആളുകൾ ഈ ഖുതുബയിലേക്കൊക്കെ നമ്മൾ കയറുന്നതിന് മുമ്പ് ചില ആളുകൾ വന്നിട്ട് പറയും, ഇന്ന വിഷയം പറയണട്ടോ മൗലവിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും. ചിലപ്പോൾ ഈ ഇന്ന വിഷയം പറയണമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇയാൾക്ക് പറ്റാത്ത ഒരാളെന്തുണ്ട് ആ സദസ്സിൽ ഉണ്ടാവും, അപ്പൊ അയാൾക്ക് കൊള്ളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യാ, പറയാ. അത് പറഞ്ഞു കഴിഞ്ഞാലോ ഇയാൾ ചിലപ്പോൾ വന്നിട്ട് എന്നോട് ചോദിക്കും, അല്ല മൗലവി നിങ്ങൾ ഇന്ന വിഷയം പറയാനുള്ള കാരണം എന്താന്ന് ഇയാൾ വന്നിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്, നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയാം. അപ്പൊ നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യരുത്, ചെയ്യരുത്. നമുക്ക് എപ്പോഴും നിഷ്കളങ്കത ഉണ്ടാകണം, ആളുകൾ സത്യം സ്വീകരിക്കണം എന്നൊരവസ്ഥയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അല്ലാതെ പരസ്പരം പോരടിക്കുക, മറ്റവർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് ഖുതുബയിലൂടെ കൊടുക്കുക, എന്നിട്ട് ആ ഖുതുബ കേൾക്കുമ്പോൾ അതിൽ നമ്മളിങ്ങനെ നിർവൃതിയാടി അതിലിങ്ങനെ സന്തോഷിച്ചിരിക്കുക, അതൊന്നും അത്ര നല്ലൊരു സ്വഭാവത്തിൽ പെട്ടതല്ല എന്ന ബോധ്യം നമുക്കുണ്ടാവുക. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ആയത്ത് ജസ്റ്റ് നമ്മൾ ഓതി വെക്കാം. ولا تقولن لشيء إني فاعل ذلك غدا ولا تقولن لشيء, ഒരു കാര്യത്തിലും നീ പറഞ്ഞു പോകരുത്, ഇന്നി ഫാഇലുൻ ദാലിക്, ഞാനത് ചെയ്യും, എപ്പോൾ, ഗദൻ, നാളെ അത് ചെയ്യുമെന്ന് നീ ഒരിക്കലും പറയരുത്. എങ്ങനെയല്ലാതെ? ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയെന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ചില ചരിത്ര സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റമദാനിൽ വന്ന നമ്മുടെ വീഴ്ചകൾ അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അള്ളാഹു നമുക്ക് പൂർണ്ണമായി പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ ലഭിച്ച അവന്റെ ഉന്നതന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ റമദാൻ വളരെ ആരോഗ്യത്തോടു കൂടി പൂർത്തീകരിക്കുവാനും വരാനിരിക്കുന്ന റമദാൻ ആരോഗ്യത്തോടു കൂടി വരവേൽക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.